അരമണി കിലുക്കി പുലിത്താളത്തിനൊത്ത് ചുവട് വെച്ച ഇപ്പോൾ നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങയുടച്ച പുലിസ് സംഘങ്ങൾ മുന്നേറുകയാണ്. മിഥുൻ അയ്യപ്പനും സാനു കെ സജീവുമുണ്ട് പുലിസ് സംഘത്തിൻ്റെ ഒപ്പം നിന്ന്. മിഥുൻ, ഈ 9 സംഘങ്ങളിൽ നിന്നായി 459 പുലികളാണ് ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പുലികൾ ഇറങ്ങിയിരിക്കുന്നത് ഏത് സംഘത്തിൽ നിന്നാണ്? ഏതാണ്ട് 31 മുതൽ ഏതാണ്ട് 50ഓളം പുലികളാണ് ഓരോ സംഘത്തിലും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിൽ പുലികളുടെ എണ്ണത്തിൽ എല്ലാം ചില ക്ലിപ്തതകൾ വരുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ 9 പുലിക്കളി സംഘങ്ങളിൽ നിന്ന് ഏതാണ്ട് 459 പുലികളാണ് ഏറ്റവും കൂടുതൽ. അതിൽ ഏറ്റവും കൂടുതൽ പുലികൾ ഏത് ദേശത്തിൽ നിന്നാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും 459 പുലികൾ ഇവിടെ ഇങ്ങനെ 459 പുലികൾ ഇത്തവണ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ വടക്കുന്നാഥിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ഇങ്ങനെ തുള്ളിക്കളിച്ച് കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിങ്ങനെ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ ഓരോ ഘട്ടത്തിൽ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും എടുത്ത് ഓരോ സംഘവും നമുക്ക് ഓരോ വർഷവും എത്രത്തോളം നവീകരിച്ചുകൊണ്ട് അവരുടെ പുലികളിലാകട്ടെ, അതുപോലെ തന്നെ പ്ലോട്ടുകളിലാകട്ടെ, അതുപോലെ തന്നെ മറ്റ് അലങ്കാരങ്ങളിലാകട്ടെ എങ്ങനെ ഗംഭീരമാക്കാം എന്നുള്ള വലിയ രീതിയിലുള്ള ഗവേഷണമെല്ലാം നടത്തിക്കൊണ്ടാണ് ഓരോ പുലിക്കളി സംഘവും ഇന്ന് ഇറങ്ങുന്നത്. ആ പുലിക്കളി സംഘങ്ങൾ ഇപ്പോൾ 3 സംഘങ്ങൾ, മൂന്നാമത്തെ സംഘമാണ് ഇപ്പോൾ നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ തേങ്ങയുടച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 സംഘങ്ങളാണ് ഇപ്പോൾ നടുവിലാൽ ഗണപതിക്ക് മുമ്പിലൂടെ കടന്നു പോയത്. ഇനി 9 സംഘങ്ങൾ ആകെയുണ്ട്. ഏതാണ്ട് 6 സംഘങ്ങൾ കൂടി ഇതിന് മുന്നിലൂടെ കടന്നു പോകാനുണ്ട്. വെളിയം ഏതായിരുന്നു നമ്മുടെ ഫ്ലാഗ് ഓഫ് നടത്തി മറ്റൊരു സംഘം കൂടി വരുന്നുണ്ടല്ലേ സാർ? തീർച്ചയായിട്ടും ഇതിനെ വെളിയന്നൂർ ദേശത്തിന്റെ ഫ്ലാഗ് ഓഫാണ് ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വെളിയന്നൂർ ദേശത്തിന്റെ ഫ്ലാഗ് ഓഫ് നടത്തി. തുടർന്ന് ഈ നടുവിലാൽ ജംഗ്ഷൻ വഴി ശങ്കരമുളകര ദേശമാണ് ആദ്യമായിട്ട് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയിലേക്ക് അരമണികിലേക്ക് കുടവയർ കുലുക്കിക്കൊണ്ട് പുലികൾ മന്ദം ചുവട് വെച്ച് നടന്നു വന്നത്. അതിനുശേഷം അയ്യന്തോൾ ദേശം, ചക്കാമുക്ക് ദേശം, സീതാറാമിൽ ദേശവും ഈ നടുവിലാലിലൂടെ ഈ നടന്നു വരികയാണ്. അവർ ഈ പ്രദക്ഷിണ വഴിയിലൂടെ ഈ പുലികളി ആവേശത്തിൽ, പുലികളിയുടെ ആരവത്തിൽ ആ ഒരു ഓണാഘോഷത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമാപനം കുറിച്ചുകൊണ്ട് അവർ ഇങ്ങനെ കാത്തിരുന്ന ആ ഒരു പുലികളി ഇങ്ങനെ മന്ദം നടന്നു നീങ്ങുകയാണ്. ഇന്ന് നമ്മൾക്ക് ഈ പുലികളിയുമായി പറയുമ്പോൾ ആദ്യത്തെ ഒരു ആവേശം നമ്മൾ ഇന്ന് കണ്ടത് കുട്ടംകുളങ്ങര ദേശത്ത് എത്തിയപ്പോഴേക്കുമാണ്. 51 വർഷമായിട്ട് തുടർച്ചയായിട്ട് പുലിവേഷമിടുന്ന ആള് 12ാമത്തെ വയസ്സിൽ പുലിവേഷമിട്ട് തുടങ്ങുന്നു. അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുലിവേഷം ധരിച്ചുകൊണ്ട് തന്നെ, പുലിയായിട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് തന്നെ, ആ പുലിയിലൂടെ ലയിച്ച് തന്നെ പുള്ളിയുടെ ജീവിതം അവസാനിക്കണമെന്നതാണ് ആളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ പുലികളി എത്രത്തോളം തൃശ്ശൂരുകാരുടെ ഹൃദയത്തിലാണ് സ്ഥാനം, ആ പുലികളിക്ക് എത്രത്തോളം അവർ സ്ഥാനം കൊടുക്കുന്നു, അവരുടെ മനസ്സിൽ എത്രത്തോളം അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആ ഒരു പറച്ചിലിൽ നിന്ന്, ആ മനസ്സിൽ നിന്ന് വന്ന ആ ഒരു പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഓരോ ദേശങ്ങൾ ഇങ്ങനെ ഓരോന്നായി കടന്നു വരികയാണ്. അവരവർ നിരവധി വ്യത്യസ്തതകൾ, അതായത് നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തൃശ്ശൂർ പൂരത്തിന് നിരവധി സസ്പെൻസുകൾ ഒളിപ്പിച്ച് വയ്ക്കാറുണ്ട്. അത് വെടിക്കെട്ടിലായിക്കോട്ടെ, കുടമാറ്റത്തിലായിക്കോട്ടെ, അങ്ങനെ നിരവധി സസ്പെൻസുകൾ ഈ പൂരത്തിന് അവർ ഒളിപ്പിച്ച് വെക്കാറുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെ പുലികളിയിലേക്കും സസ്പെൻസുകൾ നിരക്കുന്നു. അവരുടെ ടാബ്ലോകളിൽ അടക്കം സസ്പെൻസുകൾ നിരക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഓരോ ദേശങ്ങളായി കടന്നു വരികയാണ്. 3ാമത്തെ ദേശം നടുവിലാലിലൂടെയുള്ള ചക്കാമുക്ക് ദേശത്തിന്റെ പ്ലോട്ടും അതുപോലെ തന്നെ പുലികളെയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചക്കാമുക്ക് ദേശമാണ്. നേരത്തെ ഞാൻ സംശയിച്ചിരുന്നത് അത് തന്നെയാണ്, ചക്കാമുക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഇതുവഴി കടന്നു പോകുന്ന, നടുവിലാൽ ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന 4 ടീമുകളാണ്. ആ 4 ടീമുകളിൽ 4 ദേശങ്ങളിൽ ആദ്യം കടന്നുപോയത് ശങ്കരൻകുളങ്ങരയാണ്, രണ്ടാമത് പോയത് അയ്യന്തോളാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത് വരേണ്ടത് ചക്കാമുക്ക് തന്നെ ആവണമെന്നായിരുന്നു
എൻ്റെ ഒരു പക്ഷേ നമ്മളിവിടെ താഴെ നിൽക്കുന്നതുകൊണ്ട് ആ ബോർഡ് കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനകത്ത് പോയി നോക്കി, ഇത് ചക്കാമുക്ക് ദേശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്ന മൂന്നാമത്തെ പ്ലോട്ട്, അതുപോലെ തന്നെ മൂന്നാമത്തെ സംഘം ചക്കാമുക്ക് ദേശമാണ്. ആ ചക്കാമുക്ക് ദേശത്തിൻ്റെ പുലികളിയും അതുപോലെ തന്നെ പ്ലോട്ടുമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു കളി വിമാനവും എല്ലാം അടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് അവരുടെ പ്ലോട്ടായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇനി അടുത്തതായി ഇതുവഴി കടന്നു പോകാനുള്ളത് സീതാറാം മിൽ ദേശമുണ്ട്. ആ സീതാറാം മിൽ ദേശവും അതുപോലെ തന്നെ നായ്ക്കനാൽ, അത്തരത്തിൽ ഇതുവഴി കടന്നു പോകുന്നതിൽ എനിക്ക് തോന്നുന്നു അടുത്ത സീതാറാം മിൽ ദേശമാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമ്മുടെ നായ്ക്കനാൽ ജംഗ്ഷൻ വഴിയാണ് നായ്ക്കനാൽ ദേശം വരുന്നത്. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന നടുവിലാൽ വഴി കയറുന്ന മൂന്നാമത്തെ, അതായത് 4 ടീമുകളിൽ മൂന്നാമത്തെ ദേശമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത്. AD 3000 എന്നുള്ള ഒരു ഇതാണ്. നമുക്കറിയാം AD 3000 എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ കടന്നു പോകുന്ന കാഴ്ച ഒരു ഗോപുര നടയിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ അതുവഴി ഏത് ദേശത്തിന്റെ പുലികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്? അല്പസമയം മുൻപാണ് അയ്യന്തോൾ ദേശത്തിന്റെ പുലികളി സംഘം ഈ വഴി കടന്നുപോയത്. ഇനി അടുത്ത ഒരു സംഘം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആളുകളൊക്കെ വലിയ ആവേശത്തോടു കൂടെ ഇങ്ങനെ നോക്കുകയാണ്. ഓരോ സംഘങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്തൊക്കെ പുതുമയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള പുതുമകളുണ്ട്, ആ മെയ്യെഴുത്തിൽ പുതുമകളുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുതുമകളും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ആവേശത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ തെക്കേ ഗോപുര നടഭാഗത്തും കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഒരു ജഡ്ജസ് ഇതിൻ്റെ വിലയിരുത്തലുകൾ നടത്തുന്നതും നമുക്ക് ഈ തെക്കേ ഗോപുര നടഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് ഈ തെക്കേ ഗോപുര നടഭാഗത്ത് ഗംഭീരമായിട്ടുള്ള കുടമാറ്റമാണ് നടക്കാറെങ്കിൽ ഇപ്പോൾ ഈ പുലികളി ആരവം അതിങ്ങനെ ആവേശത്തിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ആ പുലിക്കൊട്ടിൻ്റെ ചുവടുകൾ വെച്ച് പുലികൾ ഇങ്ങനെ ആളുകളെ വലിയ രീതിയിൽ അവരെയൊക്കെ ആവേശത്തിൽ ആറാടിക്കുന്ന കാഴ്ച. ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവേശത്തിന് ആ പുലിക്കൊട്ടിൻ്റെ താളത്തിനൊത്ത് പുലികൾ മാത്രമല്ല ആളുകളും അതിനൊത്ത് ചുവട് വയ്ക്കുന്ന കാഴ്ച. അവരുടെ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി അവർ അതിനൊപ്പം ഇങ്ങനെ അത് രസിക്കുന്ന കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. തെക്കേ ഗോപുര ഭാഗത്തേക്കും ഓരോ സംഘങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ സംഘത്തിനും നിശ്ചല ദൃശ്യങ്ങൾ, ആ നിശ്ചല ദൃശ്യങ്ങളിലെ മനോഹാരിത അതൊക്കെ ആളുകൾ ഇങ്ങനെ കണ്ട് അത് ആസ്വദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ നേരത്തെ തന്നെ, അതായത് ഈ പുലിക്കളി കാണുന്നതിന് വേണ്ടി ഉച്ചയ്ക്കും ഇന്ന് രാവിലെ മുതലൊക്കെ ആളുകൾ എത്തി ഓരോ പുലിമടകൾ സന്ദർശിച്ച് അവസാനം അതിൻ്റെ ഈ ഒരു സംഗമം, അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ നിമിഷങ്ങൾ അത് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പുലിക്കളി അതിൻ്റെ ആവേശം ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓരോ നിമിഷങ്ങൾ കഴിയും തോറും ഓരോ സംഘങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ഓരോ സംഘങ്ങളെയും ഒക്കെ കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ തെക്കേ ഗോപുര നടഭാഗത്തും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും തൃശ്ശൂർ നഗരത്തെ ആകെ വിറപ്പിച്ചുകൊണ്ട് പുലിക്കളി ഇങ്ങനെ പുരോഗമിക്കുന്നു. പുലിക്കളിയുടെ ആ രൗദ്ര താളം അതിങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി അതിങ്ങനെ ആ അന്തരീക്ഷത്തോട് പൂർണ്ണമായും അലിഞ്ഞു ചേരുന്ന കാഴ്ച അത് തന്നെയാണ് നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തൃശ്ശൂരിലെ ഇന്നത്തെ പുലിക്കളി നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ഓരോ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ നമ്മുടെ വാർത്താ ബുള്ളറ്റിൻ ഇന്ന് ആരംഭിച്ചപ്പോൾ മുതൽ നമുക്ക് ഈ പുലിക്കളിക്ക് വേണ്ടി തയ്യാറായ ആ കലാകാരന്മാർ അവർ എത്ര സമയമാണ്, അതായത് 6 മണിക്ക് നമ്മളുടെ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ ആ 6 മണിക്ക് മുമ്പ് തന്നെ, അതായത് പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഓരോ പുലിമടകളിലെത്തി ശരീരത്തിലെ രോമങ്ങളൊക്കെ വടിച്ച് കളഞ്ഞ് ശരീരത്തിൽ ആ മെയ്യെഴുത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. 2 കമ്പുകൾ കയ്യിൻ്റെ ഇരുവശത്തും പിടിച്ച് മണിക്കൂറുകളോളം
ആ കലാകാരന്മാർക്ക് ആർട്ടിസ്റ്റുകൾ അവരുടെ ശരീരത്തിൽ ആ പുലികളുടെ രൂപം തീർക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന അവർ വലിയ രീതിയിൽ പ്രയത്നിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ മണിക്കൂറുകളോളമുള്ള ഒരുപാട് കലാകാരന്മാരുടെ പ്രയത്നം, ആർട്ടിസ്റ്റുകളുടെ പ്രയത്നം, ആ പ്രയത്നത്തിനൊടുവിൽ ആ ചിത്രം അത് മെയ്യെഴുത്ത് പൂർത്തിയായി അവർ അരപ്പട്ടയും അതുപോലെ തന്നെ ആ ഒരു മുഖംമൂടിയും അതുപോലെ തന്നെ കാൽപാദങ്ങൾ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കാലിൽ ആളുകൾ ചെരുപ്പ് പോലും ധരിക്കാതെയാണ് ഈ പുലിക്കളി കലാകാരന്മാർ ഈ നിരത്തുകളിലേക്ക് ഇറങ്ങാറുള്ളത്, റൗണ്ടിലേക്ക് എത്താറുള്ളത്. അവർ ഈ പുലിക്കൊട്ടിന് താളത്തിനൊത്ത് ചുവട് വെക്കാറൊക്കെ ഉള്ളത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, അതായത് ഇപ്പോൾ പുലിയുടേതിന് സമാനമായ രീതിയിലുള്ള പാദുകങ്ങളൊക്കെ, ചെരുപ്പുകളും മറ്റുമൊക്കെ അവർ തയ്യാറാക്കി, പുലിനഖവും മറ്റൊക്കെ ആയി പ്രത്യേകം ചെരുപ്പുകൾ തയ്യാറാക്കി പോലും പല കലാകാരന്മാരും പല സംഘങ്ങളും ആ പുലികൾക്ക് ഇട്ട് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഓരോന്നും ധരിച്ച് വാലുകളും മറ്റുമൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹര രൂപങ്ങളായിട്ടാണ്, വളരെ മനോഹരമായിട്ട് ഒരുങ്ങിയാണ് ഈ കലാകാരന്മാർ ആ ആളുകളുടെ കാതുകൾക്കും കണ്ണിനുമൊക്കെ ഇമ്പമേകുന്നതിന് വേണ്ടി ഈ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെയുള്ള ആളുകൾ പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് മുൻപൊക്കെ ഈ പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത, ഓരോ സമയത്തും പുലിക്കളി കഴിയുമ്പോൾ വലിയ ബാധ്യത ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പിന്നീട് അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അത് പല ടീമുകളും പല സംഘങ്ങളും അവരുടെ ആ പുലിക്കളി അവർ അവസാനിപ്പിക്കുന്ന കാഴ്ചകൾ അവർ പിന്നീട് 1-2 വർഷം കഴിഞ്ഞായിരിക്കും പിന്നീട് തിരിച്ചു വരുന്നുണ്ടാവുക. പക്ഷേ ഇത്തവണ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ പുലിക്കളി സംഘങ്ങൾ തന്നെ പറയുന്നു തങ്ങൾക്ക് ഇത്തവണ കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ വാല് പോലും ഉണ്ടായിരുന്നില്ല, ഇത്തവണ വാല് ഉൾപ്പെടെ വെക്കാനൊക്കെ കഴിഞ്ഞു. അതിനുള്ള സാഹചര്യം ഉണ്ടായത് ഈ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊക്കെ 4 ലക്ഷം രൂപ ഓരോ പുലിക്കളി സംഘങ്ങൾക്കും നൽകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പണം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പുലിക്കളിയുടെ മാറ്റ് അതിങ്ങനെ കൂടുതൽ കൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിദേശികൾ ഉൾപ്പെടെ ഈ പുലിക്കളി കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഈ റൗണ്ടിന്റെ ചുറ്റും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന കാഴ്ച തുടരുക. ഇപ്പോൾ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിക്കളിയുടെ വാർത്തയിലേക്ക്. ഗോപോ നന്ദിര മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും കൈമറിയ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. Moria Shirts and Moria Vastra Ethnic Collections. Moria for the warriors of life. തിരികെ തൃശ്ശൂരിലെ പുലിമടയിലേക്കാണ്. അരുൺ ആലത്തൂരുണ്ട് കിഴക്കേ ഗോപുരനടയിൽ നിന്ന്. അരുൺ, ഈ സാധാരണ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഇപ്രാവശ്യം ധാരാളം പുലികൾ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ കടും നിറങ്ങളിലുള്ള പുലികളാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്രാവശ്യം വളരെ ഇളം നിറത്തിലുള്ള പുലികളാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച വിശേഷങ്ങൾ? തീർച്ചയായിട്ടും പുലിക്കളിക്ക് ഓരോ വർഷവും പലതരത്തിലുള്ള പുതുമകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഫ്ലോറസന്റ് പുലികൾ ഒരു തവണ അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതിൽ രാത്രിയാവുമ്പോൾ പുലിക്കളിയിൽ ആ കലാകാരന്മാരുടെ ശരീരമൊക്കെ തിളങ്ങുന്നത് വലിയ കൗതുകമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള ഓരോ പുതുമകൾ ഓരോ വർഷവും കൊണ്ടുവരുന്നു. അതിലൊന്നാണ് ചായക്കൂട്ടുകളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ആർട്ടിസ്റ്റുകൾ നടത്തുന്ന കാഴ്ച നമുക്ക് ഓരോ വർഷവും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഒരു പരീക്ഷണം എന്നുള്ളത് തന്നെയാണ് നിറക്കൂട്ടുകളിൽ ഒന്ന് ഇളം നിറത്തിലേക്ക് കടത്തുന്നു. ആ കടും നിറങ്ങളിൽ നിന്നും ഇളം നിറത്തിലേക്ക് ഒന്നവർ മാറ്റി പരീക്ഷിച്ച് നോക്കുന്നു. അതിൻ്റെ ഭംഗി എത്രത്തോളമാണ്, അത് എത്രത്തോളം സൗന്ദര്യമാണ് അതിനുള്ളത്, അതവർ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് LED ലൈറ്റുകളും മറ്റുമൊക്കെ ശരീരത്തിൽ, ഇന്ന് നമ്മൾ നേരത്തെ ലൈവ് ചെയ്തപ്പോൾ അവിടെ ആ ഒരു പുലി പറഞ്ഞിരുന്നു എൻ്റെ ശരീരത്തിലുള്ള ഈ ഒരു ആ പുലിവസ്ത്രത്തിൽ തിളങ്ങുന്നതായിട്ട് LED ആയിട്ട് തിളങ്ങുന്നതായിട്ടുണ്ട് എന്ന്. അത്തരത്തിൽ തിളങ്ങുന്ന തരത്തിലൊക്കെയുള്ള പലതരത്തിലുള്ള വിസ്മയങ്ങൾ, പലതരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ
അതൊക്കെ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസുകളാണ്. രാത്രി ഇപ്പോഴത്തെ ഈ സന്ധ്യ മയങ്ങി ഇരുട്ടിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത കൂടെ ഈ ചുറ്റും സ്വരാജ് റൗണ്ടിന് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ സ്ക്രീനിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കും അത് തത്സമയം തന്നെ കാണാൻ കഴിയും അത്തരം കാഴ്ചകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഓരോ സംഘങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുലിക്കളി എന്നുള്ളത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുള്ള ഒന്നാണ്. തൃശ്ശൂരിനെ മാത്രമല്ല, കേരളത്തിൽ 4ാം ഓണത്തിന് തൃശ്ശൂർ റൗണ്ടിൽ പുലി ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്ത് ഓണത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളതാണ്. ആ ഓണം പൂർത്തിയാവണമെങ്കിൽ അത് ഈ 4ാം ഓണ നാളിൽ ഈ തൃശ്ശൂർ റൗണ്ടിലേക്ക് പുലികൾ എത്തുക തന്നെ വേണം. ആ പുലികൾ എത്തി ഈ നഗരത്തെ ആകെ ഒന്നടങ്കം കീഴടക്കുന്നതോടുകൂടെ മാത്രമേ നമ്മുടെ കേരളത്തിൻ്റെ ഓണം അത് സമാപിക്കുകയുള്ളൂ. ആ ഓണത്തിൻ്റെ എല്ലാ ഉത്സവത്തിനും ഒരു സമാപനമാവുകയുള്ളൂ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ ഓണത്തിൻ്റെ ആവേശം അത് അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന കാഴ്ച, ആ കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള വിസ്മയങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള ആസ്വാദനമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തർക്കും. അതായത് ഒരു ഭാഗത്ത് പുലിക്കൊട്ട്, ആ പുലിക്കൊട്ടിൻ്റെ ഇമ്പം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുറുകുമ്പോൾ അതിങ്ങനെ കാതുകൾ കേൾക്കുന്ന ഇമ്പം, ആ കാതുകൾ കേൾക്കുന്ന കുളിർമ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇത് കേട്ടു നിൽക്കുന്ന ആരും ഒന്ന് ചുവട് വെച്ച് പോവും. കാരണം അത്തരത്തിലാണ്. നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിരവധി വാദ്യമേളങ്ങൾ കൊട്ടാറുണ്ട്. അതായത് പഞ്ചവാദ്യവും അതുപോലെ തന്നെ പാണ്ടിമേളവും പഞ്ചാരി മേളവും ഉൾപ്പെടെ വിവിധ മേളങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലും ഒക്കെ കൊട്ടാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ പുലിക്കൊട്ടിനെ അതിൻ്റെ താളമാണ്. ആ താളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വെച്ചുകൊണ്ടാണ് ആ പുലിക്കൊട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേക താളമുണ്ട്, അതിന് പ്രത്യേക ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. ആ രീതി അത് നമുക്കിപ്പോൾ ഒരു ശിങ്കാരിമേളം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്, അല്ലെങ്കിൽ പഞ്ചാരി മേളം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അനുഭൂതിയാണ് ഈ പുലിക്കൊട്ട് ഏകുന്നത്. അതിൻ്റെ താളം കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് ചുവട് വെക്കാൻ തോന്നിപ്പോവും. എത്ര ഒന്ന് മസിൽ പിടിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും ആ കൊട്ട് കേൾക്കുമ്പോൾ ഒന്ന് കൈ അനക്കാതിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ റൗണ്ടിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പുലികളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ ഭാഗങ്ങളും ആസ്വദിക്കുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെയും ഉദ്ദേശം. അതുതന്നെയാണ് എല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഈ തെക്കേ ഗോപുരനട ഭാഗത്തേക്ക് ഇനി എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്, എന്തൊക്കെ സർപ്രൈസുകളാണ് ഓരോ പുലിക്കളി സംഘങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തിയിരിക്കുന്നു, കുടുംബങ്ങളായിട്ടും മറ്റുമൊക്കെ എത്തിയിരിക്കുന്നു. നമുക്ക് ആളുകളുടെ കൂടെ കുറച്ച് പ്രതികരണങ്ങളിലേക്ക് കടക്കാം. എവിടെ നിന്ന് വരികയാണ്? അമ്പലൂര്. എങ്ങനെയാണ് പുലിക്കളിയുടെ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തിയോ? ആവേശം ഞാൻ വന്നോണ്ടിരിക്കണോ. കഴിഞ്ഞാൽ പുലിക്കളിയാണ് പോരെ. പുലിയാണ് ലഹരികളേക്കാൾ വലിയ ലഹരി പുലിക്കളിയിലേക്ക്. ഈ ഓണം പൂർത്തിയാവണമെങ്കിൽ പുലി ഇറങ്ങണം. പുലി ഇറങ്ങണം. ഇറങ്ങി തിരിച്ചു പോണവർക്ക് പുലിക്കളി, അതാണ് പുലി. അതാണ് ഒരുപാട് ആളുകൾ പുലികളെ കുറെ കാലമായി പോയി വരാറുള്ള. നമസ്കാരം, ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. മോഹൻദാസ് ഇടിയത്ത് എന്നാണ് എൻ്റെ പേര്. എൻ്റെ 65ാം വയസ്സിൽ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. വളരെയധികം എന്താ എനിക്ക് പറയാൻ പറ്റില്ല, വളരെ ആവേശത്തോടു കൂടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിൻ്റെ എല്ലാം കണ്ടു കഴിഞ്ഞു. പുലിയുടെ ആ നൃത്തച്ചുവട് ഞാൻ അന്തം വിട്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സഫലമായിട്ട് ഞാൻ കാണുന്നു. ഏതായാലും വളരെയധികം സന്തോഷം. ഇതുവരെ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പട്ടാമ്പിയിൽ നിന്ന് ഇതുവരെ കഴിഞ്ഞില്ല. ജോലി തിരക്കും ഓരോ പ്രശ്നങ്ങളായിട്ട് ഇതുവരെ. ഇപ്പം ഞാൻ റിട്ടയർമെൻ്റായി വളരെ ഫ്രീ ആയി ജീവിക്കുന്നു. കൊട്ട എങ്ങനെയുണ്ട്? അതായത് പുലിക്കൊട്ട് നമ്മുടെ ഇപ്പോൾ പാലക്കാട് ഒരുപാട് മേളങ്ങളും ഒക്കെ ഉള്ള ഉത്സവങ്ങളുള്ള നാടാണ്. പക്ഷെ അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഈ പുലിക്കൊട്ടെന്ന് ഒരു പ്രത്യേകത തന്നെയാണ്. ഞാൻ പല പൂരങ്ങളും ഉത്സവങ്ങളും നേർച്ചയ്ക്കും പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇതുമാതിരി ഒരു കൊട്ട് മനസ്സിൽ പതിയുന്ന കൊട്ടും അതിനനുസരിച്ചുള്ള ചവിട്ടും കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഏതായാലും ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുള്ളൂ. ഞാൻ പട്ടാമ്പിയിലെ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, മോഹൻദാസ് ഇടിയൽ. ഏതായാലും ആ പരിപാടി മുഴുവൻ കണ്ട് ആസ്വദിക്കാൻ ഇങ്ങനെ ഒരുപാട് പേര് ഈ ഇപ്പോൾ സംസാരിച്ച അദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത്, എന്ത് കൗതുകമാണ് ഒളിപ്പിച്ചിരിക്കുന്നത്, പുതുമയാർന്ന എന്തൊക്കെ വിഷയങ്ങളാണ് ഉള്ളത് തുടങ്ങിയതൊക്കെ ഇങ്ങനെ നോക്കുന്നതിന് വേണ്ടി, അതൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി, അതൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. എല്ലാവരും വലിയ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന
കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുലിക്കളി എന്നുള്ളത് നമുക്ക് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് കാണാൻ കഴിയുന്ന ഏക സ്ഥലം അത് തൃശ്ശൂരാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം പലയിടത്തും പുലിക്കളിയുടെ വകഭേദങ്ങളായിട്ട് പലതുമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഉത്ഭവ സ്ഥലം അത് തുടങ്ങുന്നത് അത് ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്നാണ്, അത് ഈ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ ആ തട്ടകത്തിൽ, ശക്തൻ്റെ തട്ടകത്തിൽ എത്തി അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് അത് വലിയ ഒരു ആവേശമുള്ള കാര്യമാണെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തു നിന്ന്, പല നാടുകളിൽ നിന്ന്, പല ദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങനെ ഈ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ റൗണ്ടിൽ ഇനി അടുത്തതായിട്ട് ഏത് സംഘത്തിൻ്റെ ആണ് ഈ തെക്കേ ഗോപുര നട ഭാഗത്തേക്ക് ഏത് സംഘത്തിൻ്റെ പുലിക്കളിയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ആവേശത്തോടെ നോക്കി നിൽക്കുന്നത്. അത് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഒരു കുഞ്ഞു മോൾ ഉൾപ്പെടെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കുഞ്ഞു മോൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും അമ്മമാരും മറ്റ് പ്രായമായ ആളുകളും വീൽ ചെയറിലും ഒക്കെ ഇങ്ങനെ വന്ന് തൃശ്ശൂർ റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇങ്ങനെ ഈ ഒരു പുലിക്കളി ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഒരുപാട് അപാലവൃത്തം ജനങ്ങൾ എല്ലാവരും ആവേശത്തോടെ നോക്കുന്നത് ഇനി എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള ഇനി വരാൻ പോകുന്നത്, ആ നിശ്ചല ദൃശ്യത്തിന്റെ പുതുമകൾ എന്തൊക്കെയാണ്, മുൻവർഷങ്ങളിലേക്ക് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് ഉണ്ടാകാൻ പോകുന്നത്, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ആവേശത്തോടെ നോക്കിക്കൊണ്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും തൃശ്ശൂർ നഗരം ഇപ്പോൾ തൃശൂർ നഗരം കീഴടക്കിയിരിക്കുകയാണ് പോലീസ് സംഘങ്ങൾ. 9 സംഘങ്ങളിൽ നിന്നായി 459 പുലികളാണ് തൃശൂർ നഗരത്തെ ഇപ്പോൾ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഘവും നടുവിലാൽ ഗണപതിക്ക് തേങ്ങയൊടിച്ച ശേഷമാണ് സംഘം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തന്റെ മണ്ണിൽ പോലീസ് സംഘങ്ങൾ ഇപ്പോൾ